ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഫ്രം സ്റ്റഡി ഹിസ്റ്ററി വിത്ത് മീ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇന്ത്യയിലുണ്ടായിരുന്ന മോഡേൺ എഡ്യൂക്കേഷനെ കുറിച്ചാണ്. പ്രധാനമായിട്ടും ഈ വീഡിയോയിൽ കവർ ചെയ്യുന്നത് ബ്രിട്ടീഷ് പീരീഡിലുള്ള എഡ്യൂക്കേഷനാണ്. ഇന്ത്യയിലുള്ള ബ്രിട്ടീഷ് റൂളിനെ നമ്മൾ പൊതുവെ രണ്ടായിട്ടാണ് തിരിക്കാറുള്ളത്. ഒന്ന് അണ്ടർ ദ കമ്പനി, മറ്റൊന്ന് അണ്ടർ ദ ക്രൗൺ. കമ്പനി റൂൾ, അതായത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കീഴിലായപ്പം ആ ഒരു 60 ഇയേഴ്സ് എഡ്യൂക്കേഷൻ പ്രൊമോട്ട് ചെയ്യുന്നതിലും ഇമ്പ്രൂവ് ചെയ്യുന്നതിലും കാര്യമായിട്ട് താല്പര്യം കാണിച്ചിട്ടില്ല. എന്നാൽ ഈ ഒരു പീരീഡിൽ ഇൻഡിവിജ്വൽസിൻ്റെ എഫേർട്സിൻ്റെ റിസൾട്ടായിട്ട് ചില ഇൻസ്റ്റിറ്റ്യൂഷൻസും ചില ഇമ്പ്രൂവ്മെൻറ്റ്സൊക്കെ വരുന്നതായിട്ട് നമുക്ക് കാണാം. അതിൽ പ്രധാനപ്പെട്ടതാണ് വാരൻ ഹാസ്റ്റിങ്സ് 1781 സ്റ്റാർട്ട് ചെയ്ത കൽക്കട്ട മദ്രസ, ജോണാഥൻ ഡങ്കൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള സാൻസ്ക്രിറ്റ് കോളേജ്, മറ്റൊന്ന് 1800 വെല്ലസ്ലി സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഫോർട്ട് വില്യം കോളേജ്. 1781 വാരൻ ഹാസ്റ്റിങ്സ് കൽക്കട്ട മദ്രസ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. ഇത് പ്രധാനമായിട്ടും അറബിക്, പേർഷ്യൻ, ഇസ്ലാമിക് ലോ തുടങ്ങിയ സബ്ജക്ട്സ് പഠിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. വാരൻ ഹാസ്റ്റിങ്സ് കൽക്കട്ട മദ്രസയെ വിളിച്ചിരുന്നത് കൽക്കട്ട മുഹമ്മദൻ കോളേജ് എന്നായിരുന്നു. ഇനീഷ്യലി ഇസ്ലാമിക് സബ്ജക്ട്സ് പഠിക്കാൻ വേണ്ടി എസ്റ്റാബ്ലിഷ് ചെയ്തതാണെങ്കിലും ലേറ്റർ പീരീഡിൽ നാച്ചുറൽ ഫിലോസഫി, ആസ്ട്രോണമി, മാത്തമാറ്റിക്സ് തുടങ്ങിയ സബ്ജക്ട്സും ഇവിടെ പഠിപ്പിച്ചിട്ടുണ്ട്. ബ്രിട്ടീഷ് പീരീഡിലെ ഇന്ത്യയിലെ ഫസ്റ്റ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ കൂടിയാണ് കൽക്കട്ട മദ്രസ. ഇപ്പോൾ കൽക്കട്ട മദ്രസ ഒരു യൂണിവേഴ്സിറ്റിയാണ്. അതിൻ്റെ പേരാണ് അലിയ യൂണിവേഴ്സിറ്റി. 1791 ബനാറസിൽ ഹിന്ദു ലോയും ഫിലോസഫിയും പഠിക്കാൻ വേണ്ടിയിട്ട് ജോനാഥൻ ഡങ്കൻ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ള കോളേജാണ് സാൻസ്ക്രിറ്റ് കോളേജ്. ഇദ്ദേഹം ബോംബെ ഗവർണറായിരുന്നു. 1974 സാൻസ്ക്രിറ്റ് കോളേജിനെ സമ്പൂർണ്ണാനന്ദ് സാൻസ്ക്രിറ്റ് യൂണിവേഴ്സിറ്റി എന്ന് റീനെയിം ചെയ്തിട്ടുണ്ട്. സാൻസ്ക്രിറ്റ് വാഗ്മയ, ഇലക്വൻസിൻ്റെ ഡെവലപ്മെൻറ്റിനും പ്രിസർവേഷനും അതുപോലെ ഇന്ത്യൻ എഡ്യൂക്കേഷൻ്റെ ബ്രിട്ടീഷ് സപ്പോർട്ടിനെയൊക്കെ കാണിക്കാനായിരുന്നു സാൻസ്ക്രിറ്റ് കോളേജ് ഉപയോഗപ്പെടുത്തിയിരുന്നത്. സാൻസ്ക്രിറ്റ് കോളേജ് നിലവിൽ വരുമ്പോഴുള്ള ഗവർണർ ജനറലാണ് ചാൾസ് കോൺവാലിസ്. സാൻസ്ക്രിറ്റ് കോളേജിലുള്ള ഫസ്റ്റ് ടീച്ചറായിരുന്നു പണ്ഡിറ്റ് കാശിനാഥ്. ഇതിൻ്റെ ഫസ്റ്റ് പ്രിൻസിപ്പാളായിരുന്നു ജോൺ മുയിർ. 1894 ഫൗണ്ട് ചെയ്തിട്ടുള്ള ഇവിടെയുള്ള പ്രശസ്തമായ ലൈബ്രറിയാണ് സരസ്വതി ഭവൻ ഗ്രന്ഥാലയ. 1800 വെല്ലസ്ലി ഫൗണ്ട് ചെയ്തിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷനാണ് ഫോർട്ട് വില്യം കോളേജ്. ഇത് പ്രധാനമായിട്ടും കമ്പനിയിലേക്ക് വേണ്ടിയിട്ട് സിവിൽ സർവൻസിനെ ട്രെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു യൂസ് ചെയ്തിരുന്നത്. ഇത് 1800 തുടങ്ങിയിട്ട് 1802 ക്ലോസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു കോളേജിനെ ഫണ്ട് ചെയ്യുന്നതിൽ കോർട്ട് ഓഫ് ഡയറക്ടേഴ്സ് ഓഫ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ കൽക്കട്ടയിലുണ്ടായിരുന്ന ഈ ഫോർട്ട് വില്യം കോളേജ് കുറേ കാലം അണ്ടർ ഫണ്ടഡ് ആയിരുന്നു. ഫോർട്ട് വില്യം കോളേജ് വെച്ച് കുറേ പുസ്തകങ്ങൾ സംസ്കൃതം, അറബിക്, പേർഷ്യൻ, ബംഗാളി, ഹിന്ദി, ഉറുദു എന്നീ ഭാഷകളിൽ നിന്ന് ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെയുള്ള എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വന്നതോടുകൂടി ബ്രിട്ടീഷുകാർക്ക് ഒരു റെഗുലറായിട്ടുള്ള ക്വാളിഫൈഡ് ഇന്ത്യൻസിൻ്റെ ഒരു സപ്ലൈ ലഭിച്ചു. അങ്ങനെ സ്ലോലി ഇവിടെ ഉണ്ടായിരുന്ന മിഡിൽ ക്ലാസ് ആയിട്ടുള്ള എൻലൈറ്റൻഡ് ഇന്ത്യൻസും മിഷണറീസൊക്കെ ഇവിടെയുള്ള ഗവൺമെൻറ്റിൻ്റെ മേലിൽ പ്രഷർ ചെയ്യാൻ തുടങ്ങി. സെക്യുലർ ആയിട്ടുള്ള വെസ്റ്റേൺ മോഡേൺ എഡ്യൂക്കേഷനെ ഇവിടെ പ്രൊമോട്ട് ചെയ്യണമെന്നായിരുന്നു ഇവർ ആവശ്യപ്പെട്ടിരുന്നത്. കാരണം ആ ഒരു പീരീഡിൽ ഒരു മൈൻഡ് സെറ്റ് ഉണ്ടായിരുന്നു, വെസ്റ്റേൺ എഡ്യൂക്കേഷന് സോഷ്യൽ, എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ഇൽസിനെയൊക്കെ സോൾവ് ചെയ്യുമെന്ന്. മറ്റൊരു അപ്രോച്ച്, ഈ ഒരു മോഡേൺ എഡ്യൂക്കേഷന് ഇന്ത്യൻ ഫെയ്ത്തിനെ ഡിസ്ട്രോയ് ചെയ്യാൻ സാധ്യതയുണ്ട്. അതുപോലെ മോഡേൺ എഡ്യൂക്കേഷൻ ആക്സെപ്റ്റ് ചെയ്യുന്നവർ ക്രിസ്ത്യാനിറ്റിയിലേക്ക് മതം മാറുമെന്നും പലരും വിശ്വസിച്ചിരുന്നു. എഡ്യൂക്കേഷനിലേക്ക് വളരെയധികം കോൺട്രിബ്യൂട്ട് ചെയ്ത ഒരു ഗ്രൂപ്പ് ഓഫ് മിഷണറീസാണ് സേരാംപൂർ മിഷണറീസ്. ഇന്ത്യയിലെ മോഡേൺ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ടൊരു ആക്റ്റാണ് ചാർട്ടർ ആക്ട് ഓഫ് 1813. ലേൺഡ് ഇന്ത്യൻസിനെ എൻകറേജ് ചെയ്യാനും മോഡേൺ സയൻസിൻ്റെ പ്രൊമോഷനുമായിരുന്നു ഈ ഒരു ചാർട്ടർ ആക്ട് കൊണ്ട് ഉദ്ദേശിച്ചത്. ഈ ഒരു ആക്ട് കമ്പനിയോട് 1,00,000 രൂപ ആനുവലി സാങ്ഷൻ ചെയ്യാൻ വേണ്ടിയും ഡയറക്റ്റ് ചെയ്തു. എന്നാൽ 1813 പറഞ്ഞ ഈ ഒരു എമൗണ്ട് 1823 വരെ എന്തായിട്ടില്ലായിരുന്നു,
അവൈലബിൾ ആക്കിയിട്ടില്ലായിരുന്നു. ഇതിനൊരു പ്രോബ്ലം എന്ന് പറയുന്നത് ഇവരുടെ ഇടയിൽ തന്നെ ഒരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു. എന്ത് ഡയറക്ഷനിലാണ് ഈ മണി പോവേണ്ടത്, അതുപോലെ ഈ മണീൻ്റെ ആവശ്യമുണ്ടോ എന്നൊക്കെ ഇവർ തന്നെ ഡിബേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. ആ ഒരു പീരീഡിലുണ്ടായിരുന്ന റിഫോം ലീഡറായിട്ടുള്ള രാജാറാം മോഹൻ റോയെ പോലുള്ള ആളുകൾ ഈ ഒരു ഫണ്ടിനെ അവരുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസിലേക്ക് ചാനൽ ചെയ്തിട്ടുണ്ട്. അതിനൊരു എക്സാമ്പിളാണ് കൽക്കട്ട കോളേജിലേക്ക് ഇദ്ദേഹം ഈ ഒരു ഫണ്ട് എത്തിക്കുന്നത്. ഈ ഒരു പീരീഡിൽ നമുക്ക് ഗവൺമെൻറ്റിൻ്റെ കീഴിൽ തന്നെ 3 സംസ്കൃത കോളേജുകൾ വരുന്നതായിട്ട് കാണാം. കൽക്കട്ട, ഡൽഹി, ആഗ്ര എന്നിവയാണ് അതിൻ്റെ ലൊക്കേഷൻസ്. ഇന്ത്യയിൽ നടപ്പിലാക്കുന്ന എഡ്യൂക്കേഷനെ കുറിച്ച് ബ്രിട്ടീഷുകാർക്ക് ഡിഫറൻ്റ് ആയിട്ടുള്ള ഒപ്പീനിയൻസ് ഉണ്ടായിരുന്നു. അതിൽ പ്രധാനപ്പെട്ടതാണ് ഓറിയൻ്റലിസ്റ്റ് ആംഗ്ലിസിസ്റ്റ് കോൺട്രവേഴ്സി. ആംഗ്ലിസിസ്റ്റുകളുടെ അഭിപ്രായം മോഡേൺ സ്റ്റഡീസ് മാത്രമായിരുന്നു ഇവിടെ കൊണ്ടുവരേണ്ടത്. എന്നാൽ ഓറിയൻ്റലിസ്റ്റുകൾ പറഞ്ഞിരുന്നത് വെസ്റ്റേൺ സയൻസും ലിറ്ററേച്ചറൊക്കെ ജോലി സാധ്യതയ്ക്ക് വേണ്ടി നമുക്ക് പഠിപ്പിക്കാം, അല്ലാതെ ട്രഡീഷണൽ ഇന്ത്യൻ ലേണിങ്ങും എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കണം. ആംഗ്ലിസിസ്റ്റുകളുടെ ഇടയിൽ തന്നെ ഒരു ഡിവിഷൻ ഉണ്ടായിരുന്നു. മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷനെ സംബന്ധിച്ചായിരുന്നു ഇത്. ഒരു വിഭാഗം പറഞ്ഞു ഇംഗ്ലീഷിലായിരിക്കണം ക്ലാസ്സിൻ്റെ മീഡിയം, മറ്റൊരു വിഭാഗം ആൾക്കാർ പറഞ്ഞു വെർണാക്കുലർ, ഓരോ ഏരിയയിലുള്ള ഓരോ ഭാഷ അനുസരിച്ചായിരിക്കണം ക്ലാസ് എടുക്കുന്ന മീഡിയം. ആംഗ്ലിസിസ്റ്റുകൾക്ക് ഫേവറായിട്ടുള്ള ഒരു മിനിറ്റാണ് മക്കൗളി മിനിറ്റ്. ഇത് വരുന്നത് 1835 ഇംഗ്ലീഷ് മീഡിയത്തിലൂടെ വെസ്റ്റേൺ സയൻസസ് പഠിപ്പിക്കാനാണ് ഗവൺമെൻറ്റിൻ്റെ റിസോഴ്സുകൾ ഉപയോഗിക്കേണ്ടതെന്നാണ് മക്കൗളി മിനിറ്റിൽ പറയുന്നത്. ഇന്ത്യൻ ലേണിങ്ങിനെ ലോർഡ് മക്കൗളി ഇൻഫീരിയർ ആയിട്ടാണ് കണക്കാക്കിയിരുന്നത്. ഈ ഒരു മിനിറ്റിൻ്റെ റിസൾട്ടായിട്ട് ഇന്ത്യയിലുണ്ടായിരുന്ന ഗവൺമെൻറ്റിൻ്റെ സ്കൂൾസിലും കോളേജസിലൊക്കെ ഇംഗ്ലീഷാക്കി ക്ലാസ്സിൻ്റെ മീഡിയം, അതുപോലെ കുറേ ഇംഗ്ലീഷ് സ്കൂൾസും കോളേജസൊക്കെ ഓപ്പൺ ചെയ്യുകയും ചെയ്തു. ഈ ഒരു പീരീഡിൽ വരുന്ന സ്കൂൾസും കോളേജസൊക്കെ നോക്കിയാൽ മനസ്സിലാവും പ്രൈമറി മാസ് എഡ്യൂക്കേഷന് അത്ര പ്രാധാന്യം കൊടുക്കുന്നില്ല. അത് ഈ ഒരു പീരീഡിലും നെഗ്ലക്റ്റഡ് ആയിട്ട് നിൽക്കുകയാണ്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ബ്രിട്ടീഷ് പീരീഡിലെ എഡ്യൂക്കേഷൻ മെയിനായിട്ട് ഫോക്കസ് ചെയ്തിരുന്നത് ഒരു ചെറിയ സെക്ഷനായിട്ടുള്ള അപ്പർ ആൻഡ് മിഡിൽ ക്ലാസ്സസിനെ മാത്രമായിരുന്നു. ഈ ഒരു ക്ലാസ്സിനെ പൊതുവെ പറയാറുള്ളത് ഇന്ത്യൻ ഇൻ ബ്ലഡ് ആൻഡ് കളർ ബട്ട് ഇംഗ്ലീഷ് ഇൻ ടേസ്റ്റസ്, ഇൻ ഒപ്പീനിയൻസ്, ഇൻ മോറൽസ് ആൻഡ് ഇൻ ഇൻ്റലക്റ്റ്. ഈ ഒരു അപ്രോച്ചിനെ വിളിക്കുന്ന പേരാണ് ഡൗൺവേർഡ് ഫിൽട്രേഷൻ തിയറി. ഇങ്ങനെ എഡ്യൂക്കേഷൻ ലിമിറ്റ് ചെയ്യുന്നതോടെ മോഡേൺ ഐഡിയാസ് ആളുകളിലേക്ക് എത്താതിരിക്കുക എന്നൊരു അജണ്ട കൂടി ഉണ്ടായിരുന്നു. പക്ഷേ ആ പീരീഡിൽ ഉണ്ടായിരുന്ന പൊളിറ്റിക്കൽ പാർട്ടീസ്, പ്രസ്, പാംഫ്ലെറ്റ്സ്, പബ്ലിക് പ്ലാറ്റ്ഫോംസൊക്കെ മോഡേൺ ഐഡിയാസ് മാസസിലേക്ക് എത്തിച്ചിരുന്നു. ഈ ഒരു ഇൻട്രൊഡക്ഷൻ ഓഫ് എഡ്യൂക്കേഷൻ കൊണ്ട് ഫിസിക്കൽ ആൻഡ് സോഷ്യൽ സയൻസസ് നാഷണലിസ്റ്റുകൾക്ക് ആക്സസിബിളായി. അതുകൊണ്ട് തന്നെ അവർ ഇവിടെ ഉണ്ടായിരുന്ന സൊസൈറ്റീനെയും പൊളിറ്റിക്കൽ അഡ്മിനിസ്ട്രേഷനൊക്കെ ചോദ്യം ചെയ്യാൻ തുടങ്ങി. ലോർഡ് വില്യം ബെൻറ്റിക്കിൻ്റെ പീരീഡിലുള്ള ഒരു പ്രധാനപ്പെട്ട എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട ആക്റ്റാണ് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ആക്ട് ഓഫ് 1835. ബ്രിട്ടീഷ് പാർലമെൻറ്റ് കൊടുത്തിട്ടുള്ള എഡ്യൂക്കേഷനും ലിറ്ററേച്ചറിനും സ്പെൻഡ് ചെയ്യാനുള്ള ഫണ്ടുകൾ റീലൊക്കേറ്റ് ചെയ്യാനായിരുന്നു ഈ ഒരു ആക്ട്. മക്കൗളിയുടെ ആർഗ്യുമെൻറ്റ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിലായിരുന്നു ഇവർ പ്രവർത്തിച്ചിരുന്നത്. പ്രധാനമായിട്ടും ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിപ്പിച്ചിരുന്ന വെസ്റ്റേൺ കരിക്കുലം ഉള്ള എസ്റ്റാബ്ലിഷ്മെൻറ്റ്സ് ആയിരുന്നു ഇവർ സപ്പോർട്ട് ചെയ്തത്. നോർത്ത് വെസ്റ്റേൺ പ്രൊവിൻസസിലുള്ള വില്ലേജ് എഡ്യൂക്കേഷനിൽ വളരെയധികം കോൺട്രിബ്യൂഷൻ ചെയ്തിട്ടുള്ള ഒരാളാണ് ജെയിംസ് തോംസൺ. നോർത്ത് വെസ്റ്റേൺ പ്രൊവിൻസസിലുണ്ടായിരുന്ന ലഫ്റ്റനൻറ്റ് ഗവർണറായിരുന്നു ഇദ്ദേഹം. ഇദ്ദേഹത്തിൻ്റെ സ്കൂളിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് വെർണാക്കുലർ ലാംഗ്വേജസ് ആയിരുന്നു പഠിപ്പിക്കാൻ യൂസ് ചെയ്തിരുന്ന മീഡിയം. ലോക്കലി സപ്പോർട്ടഡ് ആയിട്ടുള്ള 897 എലിമെൻ്ററി സ്കൂൾസ് ഇദ്ദേഹം സ്ഥാപിച്ചിട്ടുണ്ട്. ഇവിടെ പ്രധാനമായിട്ടും പഠിപ്പിച്ചിരുന്നത് മെൻസുറേഷൻ, അഗ്രികൾച്ചറൽ സയൻസസ് അങ്ങനെ തുടങ്ങിയിട്ടുള്ള സബ്ജക്റ്റുകളായിരുന്നു. ഈ ഒരു സ്കൂളുകളുടെ പ്രധാന ഉദ്ദേശം റവന്യൂ ആൻഡ് പബ്ലിക് വർക്ക്സ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് വർക്കേഴ്സിനെ പ്രൊഡ്യൂസ് ചെയ്യുക എന്നതായിരുന്നു. 1847 ഫസ്റ്റ് സിവിൽ എഞ്ചിനീയറിംഗ് കോളേജായിട്ട് വന്നിട്ടുള്ള IIT റൂർക്കയുടെ ഫൗണ്ടറായിട്ട് കണക്കാക്കുന്നതും ഇദ്ദേഹത്തെയാണ്. 1854 വന്നിട്ടുള്ള വുഡ്സ് ഡിസ്പാച്ച് മറ്റൊരു പ്രധാനപ്പെട്ട ഇന്ത്യൻ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട ആക്റ്റാണ്. ഇന്ത്യയിലെ എഡ്യൂക്കേഷനെ കുറിച്ചുള്ള ഫസ്റ്റ് കോംപ്രഹെൻസീവ് പ്ലാൻ ആയതുകൊണ്ട് ഇതിനെ വിളിക്കുന്നത് മാഗ്ന കാർട്ട ഓഫ് ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ എന്നാണ്.
ഇതിൽ ഗവൺമെൻറ്റിനോട് മാസ് എഡ്യൂക്കേഷൻ്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ ആവശ്യപ്പെടുന്നുണ്ട്. എഡ്യൂക്കേഷണൽ സിസ്റ്റത്തിന് വുഡ്സ് ഡിസ്പാച്ച് ഒരു ഹൈറാർക്കി പറയുന്നുണ്ട്. അതായത് പ്രൈമറി സ്കൂൾസ് വില്ലേജസിൽ, പിന്നെ ആംഗ്ലോ വെർനാക്കുലർ ഹൈസ്കൂൾസും അഫിലിയേറ്റഡ് കോളേജസും ഡിസ്ട്രിക്ട് ലെവലിൽ, അതുപോലെ അഫിലിയേറ്റഡ് യൂണിവേഴ്സിറ്റീസ് കൽക്കട്ട, ബോംബെ, മദ്രാസ് പോലെയുള്ള പ്രസിഡൻസിയിൽ. സ്കൂൾ ലെവലിൽ വെർനാക്കുലർ ലാംഗ്വേജസും ഹയർ സ്റ്റഡീസിൽ ഇംഗ്ലീഷുമാണ് മീഡിയമായിട്ട് വുഡ്സ് ഡിസ്പാച്ച് സജസ്റ്റ് ചെയ്തത്. സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിനെയും വൊക്കേഷണൽ എഡ്യൂക്കേഷനെയും ടീച്ചേഴ്സ് ട്രെയിനിങ്ങിനെയും ഇത് സ്ട്രെസ് ചെയ്യുന്നു. ഗവൺമെൻറ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് സെക്യുലർ ആവണമെന്നും ഇത് സജസ്റ്റ് ചെയ്തു. പ്രൈവറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഗ്രാൻറ്റ്സ് ഇൻ എയ്ഡും ഇദ്ദേഹം റെക്കമെൻഡ് ചെയ്തു. 1857 കൽക്കട്ടയിലും ബോംബെയിലും മദ്രാസിലും യൂണിവേഴ്സിറ്റീസ് നിലവിൽ വരുന്നത്. അതുപോലെ എല്ലാ പ്രൊവിൻസുകളിലും എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റ്സും സെറ്റ് ചെയ്തു. സ്ത്രീകളുടെ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട റിസൾട്ടിൻ്റെ ഫ്രൂട്ടായിട്ട് JED ബെത്തൂണാണ് കൽക്കട്ടയിൽ ബെത്തൂൺ സ്കൂള് ഫൗണ്ട് ചെയ്യുന്നത്. ഇദ്ദേഹമായിരുന്നു കൗൺസിൽ ഓഫ് എഡ്യൂക്കേഷൻ്റെ പ്രസിഡൻറ്റ്. ഈ ഒരു പീരീഡിൽ തന്നെയാണ് ബീഹാറിലുള്ള അഗ്രികൾച്ചറൽ ഇൻസ്റ്റിറ്റ്യൂട്ടും അതുപോലെ റൂർക്കയിലുള്ള എൻജിനീയറിംഗ് കോളേജും വരുന്നത്. വുഡ് ഡിസ്പാച്ച് ഒരു റാപ്പിഡ് വെസ്റ്റേണൈസേഷൻ ഓഫ് ഇന്ത്യൻ എഡ്യൂക്കേഷൻ കൊണ്ടുവന്നു. മിഷണറീസും ഈ ഒരു പീരീഡിൽ എഡ്യൂക്കേഷനിൽ വളരെയധികം കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. കമ്പനി റൂളിന് ശേഷം ക്രൗൺ ടേക്ക് ഓവർ ചെയ്തതിന് ശേഷമുള്ള എഡ്യൂക്കേഷൻ്റെ അവസ്ഥയാണ് ഇനി നോക്കുന്നത്. വുഡ്സ് ഡിസ്പാച്ചിന് ശേഷമുള്ള എഡ്യൂക്കേഷൻ്റെ പ്രോഗ്രസ്സിനെ അനലൈസ് ചെയ്യാനാണ് ഹണ്ടർ കമ്മീഷന് വരുന്നത്. ഇതിൻ്റെ സമയം 1882 to 83. ഹണ്ടർ കമ്മീഷൻ വരുന്ന സമയത്ത് പ്രൈമറി ആൻഡ് സെക്കൻഡറി എഡ്യൂക്കേഷൻ ഒരു നെഗ്ലക്റ്റഡ് സ്റ്റേജിലായിരുന്നു ഉണ്ടായിരുന്നത്. കൂടാതെ ഇവർക്ക് വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സസേ ഉള്ളായിരുന്നു. ഹണ്ടർ കമ്മീഷൻ പ്രധാനമായിട്ടും പഠിച്ചത് പ്രൈമറി ആൻഡ് സെക്കൻഡറി എഡ്യൂക്കേഷനാണ്. ഇദ്ദേഹത്തിൻ്റെ സജഷൻ അനുസരിച്ച് ഗവൺമെൻറ് കുറച്ചുകൂടി ശ്രദ്ധ പ്രൈമറി എഡ്യൂക്കേഷനിൽ കൊടുക്കേണ്ടതുണ്ട്. അതുപോലെ വെർനാക്കുലർ ലാംഗ്വേജിൽ തന്നെ വേണം പ്രൈമറി എഡ്യൂക്കേഷൻ നടത്താൻ. പ്രൈമറി എഡ്യൂക്കേഷൻ്റെ കൺട്രോള് ഡിസ്ട്രിക്റ്റ് ആൻഡ് മുനിസിപ്പൽ ബോർഡ്സിന് ട്രാൻസ്ഫർ ചെയ്യണമെന്നാണ് ഇദ്ദേഹം റെക്കമെൻഡ് ചെയ്തത്. ഹൈസ്കൂൾ വിഭാഗത്തെ ഇദ്ദേഹം രണ്ടായിട്ട് തിരിക്കുന്നുണ്ട്. ഒന്ന് ലിറ്റററി, അത് യൂണിവേഴ്സിറ്റി ലെവലിലേക്ക് പോകുന്നവർക്ക്. മറ്റൊന്ന് വൊക്കേഷണൽ, അത് കൊമേഴ്ഷ്യൽ കരിയേഴ്സ് ഓപ്റ്റ് ചെയ്യുന്നവർക്ക്. ഫീമെയിൽ എഡ്യൂക്കേഷൻ്റെ ഇനഡ്വക്കേറ്റ് ഫെസിലിറ്റീസിനെ കുറിച്ചും ഇദ്ദേഹം പറയുന്നുണ്ട്. ഇതിനുശേഷം നമുക്ക് സെക്കൻഡറി ആൻഡ് കോളേജിയേറ്റ് എഡ്യൂക്കേഷനിലൊരു ഗ്രോത്തും എക്സ്പാൻഷനും കാണാം. അതുപോലെ കുറേ ഇന്ത്യൻസ് ഇതിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നതായിട്ടും കാണാം. മറ്റൊരു പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറയുന്നത് ടീച്ചിങ് കം എക്സാമിനിങ് യൂണിവേഴ്സിറ്റീസ് ലൈക്ക് പഞ്ചാബ് യൂണിവേഴ്സിറ്റി, അലഹബാദ് യൂണിവേഴ്സിറ്റീസൊക്കെ ഈ ഒരു പീരീഡിലാണ് ഫൗണ്ട് ചെയ്യുന്നത്. എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പൊളിറ്റിക്കൽ റവല്യൂഷണറീസിനെ ഫോം ചെയ്യുന്നു എന്നായിരുന്നു ഒഫീഷ്യൽ വ്യൂ. അതുപോലെ പ്രൈവറ്റ് മാനേജ്മെൻറ്റിൻ്റെ ക്വാളിറ്റി ഓഫ് എഡ്യൂക്കേഷനും കുറയുന്നുണ്ട് എന്നും ഒഫീഷ്യൽ വ്യൂ ഉണ്ടായിരുന്നു. നാഷണലിസ്റ്റുകൾ ഈ ഒരു ക്വാളിറ്റി കുറയുന്നുണ്ട് എന്നത് ആക്സെപ്റ്റ് ചെയ്തെങ്കിലും പക്ഷേ ഗവൺമെൻറ് ഇല്ലിറ്ററസി ഇറാഡിക്കേറ്റ് ചെയ്യാനൊന്നും ചെയ്യുന്നില്ല എന്ന് അവരെ കുറ്റപ്പെടുത്തുകയാണ് ചെയ്തത്. നിലവിൽ വന്ന യൂണിവേഴ്സിറ്റീസിൻ്റെ കണ്ടീഷൻസിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് വന്ന കമ്മീഷനാണ് റിലി കമ്മീഷൻ. ഇതിൻ്റെ വർഷം 1902. ലോർഡ് കേഴ്സൺ ആയിരുന്നു ഈ സമയം ഉണ്ടായിരുന്ന വൈസ്രോയി. ഈ ഒരു കമ്മീഷൻ്റെ റെക്കമെൻഡേഷനെ ബേസ് ചെയ്തിട്ട് പാസ് ചെയ്തിട്ടുള്ള ആക്റ്റാണ് ഇന്ത്യൻ യൂണിവേഴ്സിറ്റീസ് ആക്ട് ഓഫ് 1904. ഈ ഒരു ആക്റ്റിൽ പറയുന്നത് യൂണിവേഴ്സിറ്റീസ് സ്റ്റഡീസിലും റിസർച്ചിലും കൂടുതൽ അറ്റൻഷൻ കൊടുക്കണം. യൂണിവേഴ്സിറ്റീസിൽ ഉണ്ടായിരുന്ന ഫെലോസിനെ നമ്പർ കുറയ്ക്കുകയും ഗവൺമെൻറ്റിൻ്റെ ഫെലോസിനെ നോമിനേറ്റ് ചെയ്യാനും തുടങ്ങി. യൂണിവേഴ്സിറ്റി സെനറ്റിൽ ഗവൺമെൻറ്റിന് കുറേ അധികാരങ്ങൾ കൊണ്ടുവന്നു. ഗവൺമെൻറ്റിൻ്റെ കീഴിലല്ലാത്ത അഫിലിയേറ്റഡ് ആയിട്ടുള്ളയും പ്രൈവറ്റ് ആയിട്ടുള്ളയും കോളേജസും ഇൻസ്റ്റിറ്റ്യൂഷൻസിനും സ്ട്രിക്റ്റ് ആയിട്ടുള്ള റെഗുലേഷൻസ് കൊണ്ടുവന്നു. ഹയർ എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിനും യൂണിവേഴ്സിറ്റീസിനും 5 വർഷത്തേക്ക് 5 lakh rupees സാങ്ഷൻ ചെയ്തു. ഗവൺമെൻറ്റിൻ്റെ എഡ്യൂക്കേഷൻ്റെ മുകളിൽ ഉയർന്നു വരുന്ന ഈ ഒരു അധികാരം, പവർ
കേഴ്സൺ ജസ്റ്റിഫൈ ചെയ്തത് ക്വാളിറ്റി എഫിഷ്യൻസിയൊക്കെ വർദ്ധിക്കുമെന്നാണ്. പക്ഷേ ഇത് കൂടുതലൊരു ഗവൺമെൻറ്റിൻ്റെ കൺട്രോള് കൂട്ടുകയാണ് ചെയ്തത്. നാഷണലിസ്റ്റുകൾ ഇതൊരു ഇമ്പീരിയലിസം സ്ട്രെങ്തൻ ചെയ്യാനായിട്ടുള്ള മൂവായിട്ടാണ് കണ്ടത്. അതുകൊണ്ട് തന്നെ ഗോഖലെ ഇതിനെ വിളിക്കുന്നത് റെട്രോഗ്രേഡ് മെഷർ എന്നാണ്. റെട്രോഗ്രേഡ് എന്ന പദത്തിൻ്റെ അർത്ഥം ഡയറക്റ്റഡ് ഓർ മൂവിങ് ബാക്ക്വേർഡ്സ്. എഡ്യൂക്കേഷൻ്റെ മറ്റൊരു പോളിസിയാണ് ഗവൺമെൻറ് റെസൊല്യൂഷൻ ഓൺ എഡ്യൂക്കേഷൻ പോളിസി 1913. 1906 സ്റ്റേറ്റ് ഓഫ് ബറോദ കമ്പൽസറി പ്രൈമറി എഡ്യൂക്കേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ഇതുപോലെ ഇന്ത്യയിൽ മൊത്തം വരണമെന്നായിരുന്നു നാഷണലിസ്റ്റ് ലീഡേഴ്സ് ആവശ്യപ്പെട്ടത്. ഗോഖലെ ഉൾപ്പെടുന്ന ആളുകൾ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ഇതിനുവേണ്ടി കാര്യമായിട്ട് അഡ്വക്കേറ്റ് ചെയ്തു. പക്ഷേ ഗവൺമെൻറ് റെസൊല്യൂഷൻ ഓൺ എഡ്യൂക്കേഷൻ പോളിസി എന്ന 1989 വന്നിട്ടുള്ള പോളിസിയിൽ ഈ ഒരു ആവശ്യത്തിന് ഇവർ റിഫ്യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. എന്നാൽ ഇല്ലിറ്ററസി റിമൂവ് ചെയ്യാനുള്ള പോളിസീസ് ഇവർ സ്വീകരിച്ചു. ഫ്രീ എലിമെൻ്ററി എഡ്യൂക്കേഷനും ബാക്ക്വേർഡ് ക്ലാസസിൻ്റെ എഡ്യൂക്കേഷനൊക്കെ പ്രൊവിൻഷ്യൽ ഗവൺമെൻറ്റിനായിരുന്നു ഏൽപ്പിച്ചിരുന്നത്. പ്രൈവറ്റ് എഫേർട്സിനെ ഇൻസ്റ്റിറ്റ്യൂഷൻസിനൊക്കെയും ഈ ഒരു പീരീഡിൽ എൻകറേജ് ചെയ്യുന്നുണ്ട്. കൽക്കട്ട യൂണിവേഴ്സിറ്റിയെക്കുറിച്ച് പഠിക്കാൻ വന്ന കമ്മീഷനാണ് സാഡ്ലർ യൂണിവേഴ്സിറ്റി കമ്മീഷൻ. എന്നാൽ ഇത് സ്കൂൾ എഡ്യൂക്കേഷൻ മുതൽ യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ വരെയുള്ള എൻ്റയർ എഡ്യൂക്കേഷണൽ ഫീൽഡിനെ റിവ്യൂ ചെയ്തിട്ടുണ്ട്. യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ്റെ ക്വാളിറ്റി വർദ്ധിക്കാൻ സെക്കൻഡറി എഡ്യൂക്കേഷൻ്റെ ക്വാളിറ്റിയിൽ ശ്രദ്ധ കൊടുക്കണമെന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റാണ്. സാഡ്ലർ കമ്മീഷനാണ് 12 വർഷമായിരിക്കണം സ്കൂൾ കോഴ്സ് എന്ന് റെക്കമെൻഡ് ചെയ്യുന്നത്. യൂണിവേഴ്സിറ്റിയിലുള്ള 3 വർഷ കോഴ്സിന് മുന്നേ സ്കൂൾ കഴിഞ്ഞിട്ടൊരു ഇൻ്റർമീഡിയറ്റ് സ്റ്റേജ് ഇവർ റെക്കമെൻഡ് ചെയ്തു. ഇത് ചെയ്തിരുന്നത് സ്കൂൾസ് കഴിഞ്ഞിട്ട് കുട്ടികളെ യൂണിവേഴ്സിറ്റി സ്റ്റേജിലേക്ക് പ്രിപ്പയർ ആക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ഇതുകൊണ്ട് മറ്റൊരു പ്രയോജനമുള്ളത് യൂണിവേഴ്സിറ്റി സ്റ്റാൻഡേർഡിൽ എത്താത്ത കുട്ടികളെ ഈ ഒരു പ്രോസസ്സിലൂടെ ഒഴിവാക്കാനും പറ്റും. കോളേജ് എഡ്യൂക്കേഷന് പ്ലാൻ ഇല്ലാത്തവർക്ക് ഡിസ്കണ്ടിന്യൂ ചെയ്തു പോകാനും സാധിക്കും. യൂണിവേഴ്സിറ്റി റെഗുലേഷൻസ് ലെസ് റിജിഡാക്കണമെന്നും ഇത് റെക്കമെൻഡ് ചെയ്തു. ഇൻഡിവിജ്വലായിട്ട് കിടക്കുന്ന അഫിലിയേറ്റഡ് കോളേജ് എന്ന സിസ്റ്റത്തിൽ നിന്ന് മാറിയിട്ട് ഒരു യൂണിവേഴ്സിറ്റി സെൻട്രലൈസ്ഡ് യൂണിറ്ററി റെസിഡൻഷ്യൽ ടീച്ചിങ് ഓട്ടോണോമസ് ബോഡി ആവണമെന്നാണ് ഈ ഒരു കമ്മിറ്റി പറയുന്നത്. ഫീമെയിൽ എഡ്യൂക്കേഷനും ടീച്ചേഴ്സ് ട്രെയിനിങ്ങും എംഫസൈസ് ചെയ്തു. 1916 1921 ഇടയിൽ മൈസൂർ യൂണിവേഴ്സിറ്റി, പാട്ന യൂണിവേഴ്സിറ്റി, ബനാറസ്, അലിഗഡ്, ധാക്ക, ലക്നൗ, ഉസ്മാനിയ തുടങ്ങിയ 7 പുതിയ യൂണിവേഴ്സിറ്റീസ് വന്നു. 1920 ഗവൺമെൻറ് സാഡ്ലർ റിപ്പോർട്ടിന് പ്രൊവിൻഷ്യൽ ഗവൺമെൻറ്റിനും റെക്കമെൻഡ് ചെയ്തു. പ്രൊവിൻസസിന് ഡബിൾ ഗവൺമെൻറ് റെക്കമെൻഡ് ചെയ്ത പീരീഡിനെയാണ് ഡയാർക്കി എന്ന് വിളിക്കാറുള്ളത്. ആ ഒരു സമയത്ത് എഡ്യൂക്കേഷൻ്റെ കണ്ടീഷൻ എന്താണെന്ന് നോക്കാം. മൊണ്ടേഗു ചെംസ്ഫോർഡ് റിഫോംസിൻ്റെ ഭാഗമായിട്ട് എഡ്യൂക്കേഷൻ പ്രൊവിൻഷ്യൽ മിനിസ്ട്രിയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു. ഇതോടുകൂടി ഗവൺമെൻറ് ഡയറക്റ്റ് ഇൻട്രസ്റ്റ് എടുക്കുന്നത് നിർത്തലാക്കി. 1902 മുതൽ കൊടുത്തിരുന്ന ഗ്രാൻറ്റുകളും നിർത്തലാക്കി. എഡ്യൂക്കേഷനിലുള്ള ഡെവലപ്മെൻറ്റിനെ പഠിച്ചിട്ടുള്ള കമ്മിറ്റിയാണ് ഹാർത്തോഗ് കമ്മിറ്റി. ഇത് വരുന്നത് 1929 കുറേ സ്കൂൾസും കോളേജസൊക്കെ ഉയർന്നു വന്നിട്ടുണ്ടെങ്കിലും ക്വാളിറ്റിയും സ്റ്റാൻഡേർഡൊക്കെ കുറയുന്നതായിട്ടായിരുന്നു കണ്ടെത്തൽ. അത് പഠിക്കാൻ വേണ്ടിയാണ് ഹാർത്തോഗ് കമ്മിറ്റീനെ കൊണ്ടുവരുന്നത്. ഹാർത്തോഗ് കമ്മിറ്റി പറയുന്നത് എംഫസിസ് കൊടുക്കേണ്ടത് പ്രൈമറി എഡ്യൂക്കേഷനാണ്. അതുപോലെ എഡ്യൂക്കേഷനിൽ കമ്പൽഷൻ പാടില്ല. ഡിസേർവിംഗ് ആയിട്ടുള്ള കുട്ടികൾ മാത്രമേ ഹൈസ്കൂളിന് ഇൻ്റർമീഡിയറ്റ് സ്റ്റേജിനൊക്കെ പോകാൻ പാടുള്ളൂ. അല്ലാത്ത ആവറേജ് ആയിട്ടുള്ള സ്റ്റുഡൻസ് വൊക്കേഷണൽ കോഴ്സസിന് 8ാം ക്ലാസ്സിന് ശേഷം പോകാം. യൂണിവേഴ്സിറ്റി എഡ്യൂക്കേഷൻ്റെ ക്വാളിറ്റിയും സ്റ്റാൻഡേർഡും വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് അഡ്മിഷൻസ് റെസ്ട്രിക്റ്റ് ചെയ്യണമെന്നും ഈ ഒരു കമ്മിറ്റി റെക്കമെൻഡ് ചെയ്തു. മറ്റൊരു എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട പ്ലാനാണ് ജോൺ സർജൻ പ്ലാൻ ഓഫ് എഡ്യൂക്കേഷൻ. ഇതിൻ്റെ ഒഫീഷ്യൽ നെയിം റിപ്പോർട്ട് ഓഫ് ദ സർജൻ കമ്മീഷൻ ഓൺ പോസ്റ്റ് വാർ എഡ്യൂക്കേഷൻ ഡെവലപ്മെൻറ്റ് ഇൻ ഇന്ത്യ എന്നാണ്. ഏജ് ബേസ് ചെയ്തിട്ടാണ് ഇവർ എഡ്യൂക്കേഷന് റെക്കമെൻഡ് ചെയ്തിരുന്നത്. 3 to 6 ഏജ് ഗ്യാപ്പ് ഗ്രൂപ്പിന് പ്രീ പ്രൈമറി എഡ്യൂക്കേഷൻ, 6 to 11 ഫ്രീ യൂണിവേഴ്സൽ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷൻ, എലമെൻ്ററി എഡ്യൂക്കേഷൻ, 11 to 17 ഹൈസ്കൂൾ എഡ്യൂക്കേഷൻ. അത് സെലക്റ്റഡ് ചിൽഡ്രന് മാത്രമാണ്. ഒരു ഹയർ സെക്കൻഡറി ലെവലിന് ശേഷം 3 വർഷമായിട്ടാണ് യൂണിവേഴ്സിറ്റി കോഴ്സ് റെക്കമെൻഡ് ചെയ്യുന്നത്. ഹൈസ്കൂളുകളെ അക്കാദമിക് എന്നും ടെക്നിക്കൽ ആൻഡ് വൊക്കേഷണൽ എന്നുമായിട്ട് 2ആയിട്ട് തിരിക്കുന്നുണ്ട്. ഇൻ്റർമീഡിയറ്റ് കോഴ്സുകൾ അബോളിഷ് ചെയ്തു. അതുപോലെ ടെക്നിക്കൽ, കൊമേഴ്ഷ്യൽ ആൻഡ് ആർട്സ് എഡ്യൂക്കേഷന് എംഫസിസ് കൊടുത്തു.
ഫിസിക്കലി ആൻഡ് മെൻ്റലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആളുകളെയും ഈ ഒരു പ്ലാനിൽ പരിഗണിക്കുന്നുണ്ട്. ഇംഗ്ലണ്ടിൽ ആ സമയത്ത് ഉണ്ടായിരുന്ന പോലത്തെ എഡ്യൂക്കേഷൻ 40 വർഷത്തിൽ അറ്റൈൻ ചെയ്യാനായിരുന്നു ഈ ഒരു പ്ലാൻ്റെ ഒബ്ജക്റ്റീവ്. പല റെക്കമെൻഡേഷൻസും കൊണ്ടുവന്നെങ്കിലും ഇതിന് ക്ലിയർ ആയിട്ടുള്ള ഒരു ഒബ്ജക്റ്റീവ് ഈ പ്ലാൻ മുന്നോട്ട് വെക്കുന്നില്ല. 1937 കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ നടന്ന കോൺഫറൻസാണ് നാഷണൽ കോൺഫറൻസ് ഓൺ എഡ്യൂക്കേഷൻ. ഇത് നടക്കുന്നത് വർധയിൽ വെച്ചിട്ടാണ്. ഇവിടെ വെച്ചുള്ള സ്കീമാണ് വർധ സ്കീം ഓഫ് ബേസിക് എഡ്യൂക്കേഷൻ ഓഫ് 1937. സക്കീർ ഹുസൈൻ്റെ നേതൃത്വത്തിലുള്ള കമ്മിറ്റിയാണ് ഈ ഒരു സ്കീം ഫോർമുലേറ്റ് ചെയ്യുന്നത്. ലേണിംഗ് ത്രൂ ആക്ടിവിറ്റി എന്നതായിരുന്നു ഇതിൻ്റെ പിന്നിലുണ്ടായിരുന്ന മെയിൻ പ്രിൻസിപ്പിൾ. ഈ ഒരു എഡ്യൂക്കേഷൻ പോളിസി ഗാന്ധിയുടെ ഐഡിയാസുമായിട്ട് വളരെ ഇൻഫ്ലുവൻസ്ഡ് ആയിരുന്നു. അതുപോലെ അദ്ദേഹത്തിൻ്റെ വീക്ക്ലി ആയിട്ടുള്ള ഹരിജനിൽ സീരീസ് ഓഫ് ആർട്ടിക്കിൾസും ഇതുമായിട്ട് ബന്ധപ്പെട്ട് പബ്ലിഷ് ചെയ്തു. ഗാന്ധിജിയുടെ ഒപ്പീനിയനിൽ വെസ്റ്റേൺ എഡ്യൂക്കേഷന് മാസസിൻ്റെയും എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളുടെയും ഇടയിലൊരു ഗൾഫ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ വെസ്റ്റേൺ എഡ്യൂക്കേഷനെ എഡ്യൂക്കേറ്റഡ് എലൈറ്റിനെ ഇനെഫക്റ്റീവ് ആക്കിയിട്ടുണ്ട്. ഈ ഒരു സ്കീം ബേസിക് ഹാൻഡിക്രാഫ്റ്റ് സിലബസിൽ കൊണ്ടുവന്നു. മദർ ടങ്ങിലുള്ള ഫ്രീ ആൻഡ് കമ്പൽസറി എഡ്യൂക്കേഷനാണ് ഫസ്റ്റ് 7 ഇയറിലേക്ക് ഇവർ റെക്കമെൻഡ് ചെയ്യുന്നത്. ഏർലി ക്ലാസ്സുകൾ ഹിന്ദിയിലും ആഫ്റ്റർ 8ാം ക്ലാസ് ഇംഗ്ലീഷിലുമാണ് ഇവർ സജസ്റ്റ് ചെയ്തത്. സ്കൂളിൻ്റെ ചുറ്റുമായിട്ടുള്ള പുറത്തുള്ള കമ്മ്യൂണിറ്റിയുമായിട്ട് കോണ്ടാക്ട്സ് എസ്റ്റാബ്ലിഷ് ചെയ്യാനും സർവീസ് പോലെയുള്ള കുറേ ഓപ്ഷൻസ് ഇവർ മുന്നോട്ട് വെച്ചു. ഈ ഒരു സ്കീം കുറച്ചുകൂടി ചൈൽഡ് സെൻറ്റേർഡും കോഓപ്പറേറ്റീവും ആയിരുന്നു. ഈ ഒരു ഐഡിയ പിന്നെ അങ്ങനെ കാര്യമായിട്ട് ഡെവലപ്പ് ആവുന്നില്ല. കാരണം കുറച്ച് കഴിയുമ്പം ഈ ഒരു കോൺഗ്രസ് മിനിസ്ട്രീസ് റിസൈൻ ചെയ്യുന്നതായിട്ട് കാണാം. നമ്മൾ മുൻപ് കുറേ കമ്മിറ്റീസും കമ്മീഷൻസും ഒക്കെ പറഞ്ഞു. ഇതിലൊക്കെ നമുക്ക് വെർനാക്കുലർ എഡ്യൂക്കേഷൻ്റെ കണ്ടീഷനും എന്താണ് അവർ വെർനാക്കുലർ എഡ്യൂക്കേഷന് കൊടുക്കുന്ന ഇമ്പോർട്ടൻസ് എന്നൊക്കെ നോക്കാം. വെർനാക്കുലർ എഡ്യൂക്കേഷൻ മെയിനായിട്ട് ഡിപ്പെൻഡ് ചെയ്തിരുന്ന ഒരു ഗ്രൂപ്പായിരുന്നു വെൽത്തി ജമീന്ദാർസ്. ഇവരുടെ ലീഡർഷിപ്പിൽ വെർനാക്കുലർ എഡ്യൂക്കേഷൻ വളരെയധികം ഗ്രോ ചെയ്തിട്ടുണ്ട്. 1835, 1836, 1838 വരുന്ന വില്യം ആഡംസ് റിപ്പോർട്ട്സ് ഓൺ വെർനാക്കുലർ എഡ്യൂക്കേഷൻ ഇൻ ബംഗാൾ ആൻഡ് ബീഹാർ ഇവിടെ ഉണ്ടായിരുന്ന വെർനാക്കുലർ എഡ്യൂക്കേഷനിലുള്ള പ്രശ്നങ്ങളെ ചൂണ്ടിക്കാണിച്ചു. ജെയിംസ് ജോനാഥൻ്റെ നോർത്ത് വെസ്റ്റ് പ്രൊവിൻസസിലുള്ള ആക്ടിവിറ്റീസ് വെർനാക്കുലർ എഡ്യൂക്കേഷനിലേക്ക് വളരെയധികം കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അവിടെ ഒരു ഗവൺമെൻറ് സ്കൂള് മോഡൽ സ്കൂളായിട്ട് തുറക്കുകയും അതുപോലെ ടീച്ചേഴ്സ് ട്രെയിനിങ്ങിനും വെർനാക്കുലർ സ്കൂളിങ്ങിനൊക്കെയുള്ള കുറേ ഓപ്പർച്യൂണിറ്റീസ് ഇദ്ദേഹം മുന്നോട്ട് കൊണ്ടുവരുന്നുണ്ട്. 1853 ലോർഡ് ഡെൽഹൌസിയുടെ മിനിറ്റിലും വെർനാക്കുലർ എഡ്യൂക്കേഷന് ഫേവർ ചെയ്യുന്ന ഒപ്പീനിയൻസ് ഉണ്ട്. വില്യം ആഡംസ് റിപ്പോർട്ട്. വില്യം ആഡം ഒരു സ്കോട്ടിഷ് മിഷണറി ആയിരുന്നു. ഇദ്ദേഹം ബംഗാൾ, ബീഹാർ ഏരിയാസ് ട്രാവൽ ചെയ്തുകൊണ്ട് ഇവിടെയുള്ള എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇദ്ദേഹത്തിൻ്റെ ഒബ്സർവേഷനിൽ ഇവിടെ ഉണ്ടായിരുന്ന സ്കൂൾസ് അറിയപ്പെട്ടിരുന്നത് പാഠശാലാസ് എന്നായിരുന്നു. പാഠശാലാസ്. അപ്പോൾ ഇത് വളരെ നല്ല ഗ്രേറ്റ് കണ്ടീഷനിലല്ലായിരുന്നു. ഇതിന് പ്രോപ്പറായിട്ട് ഫണ്ടിങ് ഇല്ലായിരുന്നു. അതുപോലെ പ്രോപ്പറായിട്ടുള്ള എഡ്യൂക്കേഷൻ ഒന്നും കൊടുക്കുന്നില്ലായിരുന്നു എന്നാണ് ഇദ്ദേഹത്തിൻ്റെ കണ്ടെത്തൽ. ഇദ്ദേഹം പ്രധാനമായിട്ട് നോട്ട് ചെയ്യുന്നൊരു കാര്യമാണ് ഇവിടെ ഉണ്ടായിരുന്ന പാഠശാലാസിൽ ബെഞ്ചസ്, ടേബിൾസ് തുടങ്ങിയ ഫർണിച്ചറും ആക്സസറീസും ഒന്നും ഇല്ലായിരുന്നു. അതുപോലെ ഫീസ് ഇല്ലായിരുന്നു. ഒരു ഫിക്സ്ഡ് ആയിട്ടുള്ള റൂട്ടീനോ ക്ലാസ്സോ സിലബസോ അല്ലെങ്കിൽ സബ്ജക്റ്റോ അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. ഒരു റാൻഡമായിട്ടൊരു മിക്സ്ഡ് ആയിട്ടുള്ളൊരു ഒരു ഒഴുക്കിൽ പഠിപ്പിക്കുന്ന ഒരു രീതിയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. 1854 വന്ന വുഡ്സ് ഡിസ്പാച്ചിൽ വെർനാക്കുലർ എഡ്യൂക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് പ്രൊവിഷൻസ് ഉണ്ട്. അതിലൊന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ്സ് ഇംപ്രൂവ് ചെയ്യണം. രണ്ടാമത് പറയുന്നത് വെർനാക്കുലർ എഡ്യൂക്കേഷനിൽ ഗവൺമെൻറ് ഏജൻസി സൂപ്പർവൈസ് ചെയ്യണം. മൂന്നാമത് പറയുന്നത് ടീച്ചേഴ്സിന് നോർമൽ സ്കൂൾസിൽ ട്രെയിനിങ് കൊടുക്കണം. ഇതൊക്കെ വെർനാക്കുലർ എഡ്യൂക്കേഷൻ ഗ്രോ ചെയ്യുന്നതിൽ വളരെയധികം സഹായിച്ചിട്ടുണ്ട്. 1854 to 71 പീരീഡിൽ വെർനാക്കുലർ സ്കൂൾസിൻ്റെ നമ്പർ 5 മടങ്ങായിട്ട് വർദ്ധിക്കുന്നത് കാണാം. 1882 ഹണ്ടർ കമ്മീഷനും ഈ ഒരു വെർനാക്കുലർ എഡ്യൂക്കേഷൻ ഇംപ്രൂവ് ചെയ്യാനും എക്സ്റ്റെൻഡ് ചെയ്യാനൊക്കെയുള്ള സ്പെഷ്യൽ എഫേർട്സ് സ്റ്റേറ്റ് എടുക്കണമെന്ന് പറയുന്നുണ്ട്. അതുപോലെ വെർനാക്കുലർ ലാംഗ്വേജിലാവണം മാസിൻ്റെ എഡ്യൂക്കേഷൻ എന്നും പറയുന്നുണ്ട്. 1904 എഡ്യൂക്കേഷൻ പോളിസിയിൽ വെർനാക്കുലർ എഡ്യൂക്കേഷൻ എംഫസിസ് കൊടുക്കുന്നതോടൊപ്പം അതിനുള്ള ഗ്രാൻറ്റ്സ് വർദ്ധിപ്പിച്ചു. ഹാർത്തോഗ് കമ്മിറ്റി ഇവിടെ ഉണ്ടായിരുന്ന പ്രൈമറി എഡ്യൂക്കേഷൻ്റെ ഒരു
മോശം അവസ്ഥ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കോൺഗ്രസ് മിനിസ്ട്രീസ് ഈ ഒരു വെർനാക്കുലർ സ്കൂൾസിന് വളരെയധികം എൻകറേജ്മെൻറ്റും സപ്പോർട്ടും കൊടുക്കുന്നുണ്ട്. ഇനി ഈ ഒരു പീരീഡിൽ വരുന്ന പ്രധാനപ്പെട്ട കോളേജസ് നോക്കാം. ഇതിൽ ഏറ്റവും ഏർലിയസ്റ്റ് ആയിട്ടുള്ള ഫസ്റ്റ് കോളേജാണ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് അറ്റ് ഗുണ്ടി. ഇത് ചെന്നൈയിലാണ്. 1794 ഫോർട്ട് സെൻറ്റ് ജോർജിൻ്റെ അടുത്തായിട്ടാണ് ഇത് ഫൗണ്ട് ചെയ്യുന്നത്. ലേറ്റർ മറ്റ് സ്ഥലങ്ങളിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. ഫൈനലി ഇപ്പോൾ നിൽക്കുന്ന ഗുണ്ടി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ഷിഫ്റ്റ് ചെയ്യുകയും ചെയ്തു. യൂറോപ്പിൻ്റെ പുറത്ത് ഫൗണ്ട് ചെയ്തിട്ടുള്ള ഓൾഡസ്റ്റ് ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ കൂടിയാണ് ഈ ഒരു കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്. ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തപ്പോൾ ഇതിൻ്റെ പേര് സ്കൂൾ ഓഫ് സർവേ എന്നായിരുന്നു. കാരണം ഇത് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് സർവയേഴ്സിനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരുന്നു മെയിനായിട്ട് യൂസ് ചെയ്തിരുന്നത്. 1835 ലോർഡ് വില്യം ബെൻറ്റിക് ഫൗണ്ട് ചെയ്തിട്ടുള്ളതാണ് കൊൽക്കത്ത മെഡിക്കൽ കോളേജ്. ഇന്ത്യയിലുള്ള ഫസ്റ്റ് മെഡിക്കൽ കോളേജായിട്ട് കണക്കാക്കുന്നത് ഈ ഒരു കൽക്കട്ട മെഡിക്കൽ കോളേജാണ്. ഇതിന് മുന്നേ വന്നിട്ടുള്ള ഒരു മെഡിക്കൽ കോളേജാണ് ദ എക്കോൾ ഡെ മെഡിസിനെ ഡെ പോണ്ടിച്ചേരി എന്ന് പറയുന്ന ഏഷ്യ സെക്കൻഡ് ഓൾഡസ്റ്റ് മെഡിക്കൽ കോളേജ് കൂടിയായിട്ടുള്ള പോണ്ടിച്ചേരിയുള്ള ഫ്രഞ്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്. പക്ഷേ പൊതുവേ ഫസ്റ്റ് മെഡിക്കൽ കോളേജ് ഏതാണെന്ന് ചോദിച്ചാൽ കൊൽക്കത്ത മെഡിക്കൽ കോളേജ് തന്നെയാണ് ഉത്തരം പറയാറുള്ളത്. മറ്റേത് ഫൗണ്ട് ചെയ്തിട്ടുള്ളത് ഫ്രഞ്ചാണ്. അപ്പോൾ ഫ്രഞ്ച് ഫൗണ്ട് ചെയ്തിട്ടുള്ള ഫസ്റ്റ് മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഏതാണെന്ന് ചോദിച്ചാൽ ഈ ഒരു പോണ്ടിച്ചേരിയുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. പക്ഷേ പൊതുവേ ഫസ്റ്റ് മെഡിക്കൽ കോളേജ് ഏതാണെന്ന് ചോദിച്ചാൽ കൊൽക്കത്ത എന്നാണ് പറയാറുള്ളത്. ഈ ഒരു ഫ്രഞ്ച് ഫൗണ്ട് ചെയ്തിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടാണ് ഇപ്പോൾ ജിപ്മർ എന്ന് അറിയപ്പെടുന്നത്. ഇന്ത്യയിലെ ഓൾഡസ്റ്റ് എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് IIT റൂർക്കെ. ഇത് ഫൗണ്ട് ചെയ്തപ്പോൾ ഇതിൻ്റെ പേര് കോളേജ് ഓഫ് സിവിൽ എഞ്ചിനീയറിംഗ് എന്നായിരുന്നു. ഇത് മറ്റൊരു പേര് തോംസൺ കോളേജ് ഓഫ് സിവിൽ എഞ്ചിനീയറിംഗ്. ഇതിൻ്റെ ഫൗണ്ടറാണ് ജെയിംസ് തോംസൺ. ഇത് വരുന്നത് 1847 ഇവിടെ ഉണ്ടായിരുന്ന ഗംഗാ കനാലിൻ്റെ വർക്കുമായിട്ട് ബന്ധപ്പെട്ട് അതിന് ഓഫീസേഴ്സിനെ ട്രെയിൻ ചെയ്യാനാണ് ഇത് കൊണ്ടുവരുന്നത്. ഇന്ത്യയിലെ തേർഡ് ഓൾഡസ്റ്റ് എഞ്ചിനീയറിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടാണ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് അറ്റ് പൂനെ. ഇത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് 1854 1858 ഇത് പൂന കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആക്കി മാറ്റുകയും ബോംബെ യൂണിവേഴ്സിറ്റീൻ്റെ അഫിലിയേഷനിൽ കൊണ്ടുവരികയും ചെയ്തു. 1856 കൊണ്ടുവന്നിട്ടുള്ള കോളേജാണ് സിവിൽ എഞ്ചിനീയറിംഗ് കോളേജ് എന്ന് പണ്ട് അറിയപ്പെട്ടിരുന്ന കൽക്കട്ട കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ്. 1880 ഇതൊരു ഇൻഡിപെൻഡൻറ്റ് എൻറ്റിറ്റി ആയിട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തു. അപ്പോഴുള്ള പേരായിരുന്നു ഗവൺമെൻറ് കോളേജ് ഹൗറ. 1921 ഇതിൻ്റെ പേര് മാറ്റിയിട്ട് ബംഗാൾ എഞ്ചിനീയറിംഗ് കോളേജ് എന്നാക്കി.